Hey guys, welcome back to my YouTube channel. അപ്പോൾ കുറേ നാളായിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല. വർക്ക് തിരക്കുകാരുണ്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഇപ്പോൾ അപ്രത്യക്ഷമായിട്ട് ക്രിസ്മസിന് 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഇവിടെ അടുത്ത് രാമേശ്വരം വരെ വന്നേക്കാണ്. രാമേശ്വരത്ത് ഞാൻ പാമ്പുംപാലം കണ്ടിട്ട് ധനുഷ്കോടി കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. ഇവിടെ എത്തി അഗ്നി തീർത്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളിൻ്റെ അടുത്ത് ഒരു ഹോളി ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ്. ഇവിടെ മറ്റേ ജെറ്റ് ബൈക്ക്, അതുപോലെ തന്നെ വിൻഡ് സർഫിങ്, സ്കൂബ ഡൈവിങ്, പിന്നെ ബോട്ടിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ വിൻഡ് സർഫിങ് ചെയ്യാൻ പോകണം. എനിക്ക് സർഫിങ്ങിനെ കുറിച്ച് അധികം ഐഡിയാസ് ഒന്നും ഇല്ല. യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നല്ലാണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതിന്ന് ട്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഞാനിവിടെ ഒരു 9 മണിക്ക് എത്തി. അഗ്നി തീർത്ഥത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഒരു നടക്കേണ്ട ദൂരമുള്ളൂ. സോ ഞങ്ങൾ നടന്നെത്തി. പിന്നെ ആള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആളെത്തി കഴിഞ്ഞാൽ ചെയ്യണം. ഇതിൻ്റെ ഫീസ് വരുന്നുണ്ട് 1500 രൂപ. സ്കൂബ ഡൈവിന് എനിക്കറിയില്ല. ജെറ്റ് ബൈക്കിന് 1500 രൂപ 2000 വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടിയിൽ കൊടുക്കാം. പിന്നെ കാലത്തായി കാരണം ഇവിടെ ആൾക്കാരധികം ഒന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് ഈവനിങ് വരാണെന്നുണ്ടെങ്കിൽ ക്രൗഡാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കാലത്താണ് വന്നേക്കണം. പിന്നെ നമുക്കറിയാത്ത പണി കയറുന്ന നാണം കിടണ്ടെന്ന് വെച്ചിട്ട് കാലത്ത് തന്നെ വന്നു. സോ ഇനി ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എടുക്കാം. அதுக்கப்புறம் நீங்கள் ஸ்டடியாக இருக்கீங்கன்னு தெரியுது. லைட்டாக எதுக்கு மெதுவாக தெரியுது. ஸ்டைலில் ஸ்ட்ரைட்டாக பண்ணிக்கலாம். ஸ்டைலில் ஸ்ட்ரைட்டாக பண்ணிக்கலாம். அதுக்கு ஏதாச்சும் ஏதாச்சும் இருக்கா? ஆங்கிள் ஏதாச்சும் இருக்கா? அப்படி மெதுவாக தூக்கும். மெதுவாக அப்படியே அந்த காலை லைட்டாக பின்னாடி கொண்டு போங்க. ஸோ கிளாஸ் ஸ்டார்ட் ஆகிடுச்சு. அவங்க பண்ணிட்டு இருக்கு. 2-3 டைம்ஸ்லேயே எல்லாமே ஓகே ஆகிட்டு. இப்போ நான் தனியாக வந்து ஸ்டார்ட் பண்ணிட்டேன். எதுவும் பிரச்சனை இல்லை. இப்போ வந்து கொஞ்சம் டீப்பாக உள்ள போகிறதுக்காக வந்திருக்கு. தமிழில் சொல்லிட்டேன்ல. അവിടെ ഞാൻ അവിടെ കുറച്ച് നേരമായി പഠിച്ചു തുടങ്ങിയിട്ട് 2-3 വട്ടം വെള്ളത്തിൽ വീണുള്ളൂ. സെക്കൻഡ് ട്രൈയിൽ തന്നെ എൻ്റെ എല്ലാം ആക്കി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കേറ്റിംഗ് കൂടെ എല്ലാം ചെയ്യണമായിരുന്നു. എനിക്ക് ബാലൻസ് ഉണ്ട്. പിന്നെ അത്ര വലിയ വിഷമമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പെട്ടെന്നെല്ലാം പഠിച്ചു. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ലെങ്ത്തിൽ നിന്ന് ഇവിടം വരെ വന്നു. ആള് ഏകദേശം നല്ല ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ പോയി ചെയ്യാന്നാണ് ആള് പറയണത്. സോ അത് കാണാം.
சரிங்க. எல்லாருக்கும் நமஸ்காரம். மைசெல்ஃப் ரோஜர், என் பேர் ரோஜர். ராமேஸ்வரத்தில் வாட்டர் ஸ்போர்ட்ஸ் சென்டர் வச்சுருக்கேன். இங்கே வந்து ஜெட்ஸ்கி, கயாக்கிங், ஸ்டாண்டப் போர்ட், விண்ட் சர்ஃபிங், ஸ்னார்க்லிங், ஸ்கூபா டைவிங், பம்ப் ரைட், பனர் ரைட் எல்லாம் இருக்குது. ஜான்வரி டு அக்டோபர் வந்து நல்லாயிருக்கும் சீசன். எதுனா நவம்பர் டிசம்பர் இங்கே ரெய்னி சீசன், மழை காலம், மான்சூன், அந்த டைம் மட்டும் லிமிட்டட் கேம்ஸ் தான் இருக்கும். மீது நேரம் எல்லாமே நல்லாயிருக்கும். அஃபோர்டபுள் ப்ரைஸ். எல்லோரும் வாங்க, வந்து என்ஜாய் பண்ணுங்கள். இது எங்கே இருக்குது? இது வந்து ராமேஸ்வரத்தில் அக்னி தீர்த்தத்துலேருந்து ஒரு 1/2 கிலோமீட்டர், மெயின் டெம்பிள்லேருந்து ஒரு 1 கிலோமீட்டர் தான், மெயின் பீச் தான். என்னோட இது வந்து உங்கள் இதில் கீழே கமெண்ட்டில் போடுறேன். வெப்சைட் லொக்கேஷன் எல்லாமே ஷேர் பண்ணலாம். நாங்கள் கூகுள் பே, ஆன்லைன் எல்லாமே இது வந்து. ஈவன் எங்கள்கிட்ட ரெசார்ட்டும் இருக்குது பக்கத்துலேயே. அந்த எங்கள் பின்னால் அப்படி காமிங்க, அந்த பில்டிங் வந்து எங்களோட பில்டிங் ரெசார்ட். 6 ரூம்ஸ் இருக்குது வித் பால்கனி, ரெஸ்ட் ரூம் எல்லாம், பாபிக்யூ எல்லாமே ரெடி பண்ணி கொடுப்போம். ஓகே, தேங்க்யூ.